നാളെ നാളെ നീളെ നീളെ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു മലയാളത്തിലൊരു പഴഞ്ചൊല്ലാണത്. ഞാൻ ഈ ശുഭദിന സന്ദേശം വർഷാവസാനത്തോടെ ആരംഭിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് ഗ്രീറ്റിങ്സ് നടക്കുന്ന സമയമാണല്ലോ, വർഷാവസാനം വർഷാരംഭം, അതിൻ്റെ തിരക്കൊന്ന് കഴിയട്ടെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ട് നാളെ നീളെ എന്നുള്ളൊരു ബലഹീനതയിൽ ഞാനും പെട്ടുപോയതുകൊണ്ടാണ് താമസിക്കാൻ കാരണം. ഒരുപാട് പേര് ദിവസങ്ങളിൽ എന്നാ തുടങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നി, ഇത് നേരത്തെ തുടങ്ങാമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ഈ വർഷം ആരംഭിക്കാമെന്ന് വെച്ചു. കാരണം നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സന്തോഷമാണ്. നമ്മളീ പുതുവത്സരത്തിൽ ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്. പുതുവത്സരത്തിൽ നമ്മോട് ആളുകൾ പറഞ്ഞതും സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആളുകളോട് പറഞ്ഞതും നിങ്ങൾ വർഷം മുഴുവൻ സന്തോഷമായിട്ടിരിക്കുക എന്നാണ്. അപ്പോൾ എന്താണ് സന്തോഷമെന്നും എങ്ങനെയാണ് സന്തോഷം ഉണ്ടാക്കേണ്ടതെന്നും ഒക്കെ ആലോചിക്കുമ്പോൾ സന്തോഷത്തിന് വിഘാതമായി നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും കൂടെ ചിന്തിച്ചാലല്ലേ സാധിക്കുള്ളൂ. സന്തോഷം എന്നുള്ളത് ദലൈ ലാമ പറഞ്ഞ മാതിരി റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നതല്ല. ഇറ്റ്സ് എ ചോയ്സ്. നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മൾ സന്തോഷവാനാകണമോ വേണ്ടയോ എന്നുള്ളത്. ഇതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റൈനും പറഞ്ഞിട്ടുണ്ട്, സന്തോഷം എന്നുള്ളത് പ്രശ്നങ്ങളുടെ അഭാവമല്ല. ഇറ്റ് ഈസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് പ്രോബ്ലംസ്, ഇറ്റ്സ് ആക്ച്വലി ദി എബിലിറ്റി ടു റിയാക്ട് ടു ദ പ്രോബ്ലംസ്, അല്ലെങ്കിൽ എബിലിറ്റി ടു റെസ്പോണ്ട് ടു ദ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എബിലിറ്റി ടു സോൾവ് എ പ്രോബ്ലം. നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. പക്ഷെ പ്രശ്നങ്ങളെ നാം എങ്ങനെ അഭിമുഖീകരിക്കുന്നു, എങ്ങനെ അതിനെ സമീപിക്കുന്നു, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ അതിനെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മെ സന്തോഷവാന്മാരാക്കുന്നത് എന്നുള്ളത്. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ഒരു ബലഹീനതയാണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കുക എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത് നാളെ നീളെ എന്നുള്ളത്. ഈ ശുഭദിന സന്ദേശം നേരത്തെ തുടങ്ങാമായിരുന്നു ഒരർത്ഥത്തിൽ. ഈ പ്രൊക്രാസ്റ്റിനേഷനെ കുറിച്ച് അല്ലെങ്കിൽ നീട്ടിവെക്കുന്ന സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത് തന്നെ, വാട്ട് യു കുഡ് ഹാവ് ഡൺ ഡേ ഫോർ യെസ്റ്റർഡേ യു ആർ ആക്ച്വലി പുട്ടിങ് ഓഫ് ഫോർ ഡേ ആഫ്റ്റർ ടുമാറോ. മിനിഞ്ഞാന്ന് കഴിഞ്ഞ ദിവസം ചെയ്യാമായിരുന്നത് നാളെയുടെ അടുത്ത ദിവസം മറ്റന്നാളത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം, അത് വളരെ ടിപ്പിക്കലായിട്ടുള്ള മടിയന്മാരുടെ ഒരു സ്വഭാവമാണ്, അലസതയുടെ ഒരു ലക്ഷണമാണ്. അലസതയാണ് ഒരർത്ഥത്തിൽ നമ്മെ അസന്തുഷ്ടരാക്കുന്നത്, അല്ലെങ്കിൽ നമ്മിൽ സന്തോഷം ഇല്ലാതാക്കുന്നത്. അപ്പോൾ അലസത വെടിഞ്ഞ് നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് എത്രയും വേഗം ചെയ്യുകയും അത് ചെയ്യാനായിട്ട് മുഹൂർത്തങ്ങളോ അല്ലെങ്കിൽ നല്ല സമയമോ അല്ലെങ്കിൽ അത് ഒഴിവാക്കാനായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉള്ള കണ്ടുപിടിക്കലൊക്കെ മാറ്റിയിട്ട് ലെറ്റ് സ്റ്റാർട്ട് ടു വർക്ക്, ലെറ്റ് സ്റ്റാർട്ട് ഡൂയിങ്. നമ്മൾ ആരംഭിച്ചാലല്ലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ നമുക്ക് ഒരു കാര്യം തീരുമാനിക്കാം, നാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നീട്ടിവെക്കാതിരിക്കാം. ഒന്ന്, നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അതിനു വേണ്ടി ഒരു സമയവും കാലവും ഒന്നും കാത്തിരിക്കാതെ അതങ്ങ് ചെയ്യാൻ ആരംഭിക്കാം. 2, 3, നമുക്ക് എല്ലാവർക്കും സന്തോഷം ആവശ്യമുണ്ട്. ആ സന്തോഷം നാം ഉണ്ടാക്കി തീർക്കുന്നതോ നാം നേടിയെടുക്കുന്നതാണ്. ആ നാം നേടിയെടുക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. ചോയ്സസ് നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പ്രോബ്ലംസിൽ നോക്കി കണ്ണുമിഴിച്ചിരിക്കാതെ ആ പ്രോബ്ലംസ്, നമ്മുടെ മുമ്പിലുള്ള ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെ, അല്ലെങ്കിൽ
ബാലികേറ മലകളെ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ നോക്കി തളർന്നിരിക്കാതെ അവയെ തരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ഉടനുടനെ ആരംഭിക്കുക. ഈ ലോകത്ത് പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല എന്ന് തിരിച്ചറിയുക. ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് പ്രശ്നങ്ങൾ വരിക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ പ്രശ്നങ്ങളെ നാം എങ്ങനെ സമീപിക്കുന്നു, എങ്ങനെ നാം കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ നാം അഭിമുഖീകരിക്കുന്നു, എങ്ങനെ നാം അതിനെ തരണം ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ സന്തോഷം. അതുകൊണ്ട് ഈ ചിന്തകളോടെ നമുക്ക് ഈ പുതുവർഷം നാം തന്നെ സന്തോഷവാന്മാരായി തീരുവാനും നാം മുഖാന്തരം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനും തീരുമാനിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. റേഡിയോ മല്ലു, മലയാളിയുടെ പാട്ടുപെട്ടി.